ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾക്ക് ഇന്ന് ചില പെബിൾസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പണ്ട് നമ്മൾ ഈ വീടിനകത്ത് കോർട്ട്യാർഡിൽ മാത്രം ഒതുങ്ങി നിന്ന പെബിൾസ് ഇപ്പോൾ എക്സ്റ്റീരിയറിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് എക്സ്റ്റീരിയറിലാണ് ഇപ്പം പെബിൾസിൻ്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് നേരത്തെ ഈ പ്ലാനർ ബോക്സ് പോലെ കെട്ടിക്കൊണ്ട് അതിനകത്തിൽ ചില പെബിൾസിൻ്റെ ഇട്ട് പലതരത്തിലുള്ള പെബിൾസിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള പെബിൾസ് പല ഡിസോർഡറായിട്ട് വളരെ ചെറുതും വലുതും മീഡിയം ഒക്കെ ടൈപ്പ്സ് ഉള്ള ചില പെബിളുകളാണ് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡിസൈൻ നമ്മൾ നേരത്തെ കൺഫേം ചെയ്തുകൊണ്ടുള്ള ആ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇപ്പം അതുപോലെ തന്നെ നമ്മൾ ചെടിച്ചട്ടിക്കകത്ത് നമ്മൾ പെബിള് ചെടി വെച്ചിട്ട് മുകളിലായിട്ട് അതിനകത്തുള്ള ഈ വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ് പെബിളിടുന്നത്. എന്നാൽ അത് കാണാനും ഒരു ഷോയാണ്. മേളിൽ പെബിളിട്ട് കഴിഞ്ഞാൽ വെള്ളം തെറിക്കാതെ നമുക്ക് അപ്പം മതിലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഭാഗത്തായിരിക്കും നമ്മളൊരു പക്ഷേ ഇത് കൊടുക്കുന്നത്. അപ്പം ആ കൊടുക്കുന്ന ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ്, തന്നെയല്ല കാണാനും ഒരു ഷോയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഗാർഡനിൽ നമ്മൾ ഈ ഗ്രാസിനകത്ത് നമ്മൾ ഇതിനകത്ത് പെബിൾസ് കൂടുതൽ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ പണ്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനൊക്കെ കെട്ടിക്കൊണ്ട്, അതായത് ഷോബാൾ പോലെ കെട്ടി ഒരു പ്രത്യേക പ്ലേസിൽ മാത്രം അതൊരു ചെറിയ കോർണറിലോ ഭാഗത്ത് ഒതുക്കിക്കൊണ്ടുള്ള ഒരു രീതിയായിരുന്നു. അതൊക്കെ ഇഷ്ടിക കൊണ്ട് കെട്ടി എന്നിട്ട് അതിനകത്തുള്ള പ്ലാസ്റ്റർ ചെയ്ത് പെയിൻ്റ് അടിച്ചിട്ട് അതിനകത്തിലാണ് നമ്മൾ പെബിൾസ് സെറ്റ് ചെയ്യാറുള്ളത്. അതിപ്പം ആ രീതിയിൽ നിന്നും കൂടുതൽ മാറ്റം വരുത്തിക്കൊണ്ട് ഗ്രാസിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് ചെറിയ തകരം പോലത്തെ ഒരു ആ തകരത്തിൻ്റെ ഒരു ഷീറ്റിൻ്റെ ഒരു 4 ഇഞ്ച് കനത്തിൽ മുറിച്ചിട്ട് ആ തകരത്ത് നമ്മൾ ഏത് പ്ലാനാണോ, ഓവലിലോ റൗണ്ടോ ബോക്സോ ഏത് രൂപത്തിലാണെന്ന് വെച്ചാൽ ഇതിനകത്തിൽ പ്രത്യേകം തയ്യാറാക്കി നമ്മൾ, അതായത് നമ്മുടെ ആ ഗ്രൗണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം വൃത്തിയായിട്ട് ലെവൽ ചെയ്ത് അതിനകത്തിൽ കുറച്ച് ചിപ്സ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ആ ചിപ്സ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിനുശേഷം പെബിളിടുക എന്ന് പറയുന്നത് നമുക്ക് നാളെ ഒരു അവസരത്തിൽ മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ മേളിൽ കിടക്കുന്ന പെബിൾ മാറ്റിയാലും ഈ പെബിൾസിന് യാതൊരു കുഴപ്പം, കാരണം നമ്മൾ ചിപ്സിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നാളെ ഏത് മാറ്റി മറ്റൊരു പ്ലേസിലേക്ക് സെറ്റ് ചെയ്യാനും നമുക്കിത് ഉപയോഗിക്കും. താഴെ പൂക്ക് പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റ് അടുക്കൊന്നും പിടിക്കാതെ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ, അത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പെബിൾസിനകത്ത് ചെടികൾ വെക്കുന്നത്, അത് നമ്മൾ പല രൂപത്തിലും ഇവിടുത്തെ റിബൺ ഗ്രാസ് പോലത്തെ ചില ചെടികൾ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് അതിനകത്തിൽ പല രീതിയിലേക്ക്, പല വേർഷനിലേക്ക്, പല കൺവെർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു രീതികൾ ചെയ്യുന്നതിലേക്ക് നമുക്ക് അതിനകത്തിൽ ചെടികൾ വെച്ച് അതിനകത്തിൽ പൂക്കളുള്ളതും അത് ഫോൾഡായിട്ടുള്ള പ്ലാന്റ്സും റിബൺ പോലത്തെ ചില ഗ്രാസുകളൊക്കെ സെറ്റ് ചെയ്ത് അതിന് ആ ഒരു ഭാഗം നമുക്ക് ബ്യൂട്ടിഫുള്ളാക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ ഫൗണ്ടേഷനോട് ചേർന്ന്, അതായത് വീടിനോട് ചേർന്നുള്ള ചില പ്ലേസുകളിൽ ചില പെബിൾസ് ഇട്ട് ചെടികളൊക്കെ വെച്ച് അതിനെ വളരെ സുന്ദരമാക്കി, വളരെ മനോഹരമാക്കി മാറ്റുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഇതുപോലെ നമുക്ക് ഇരിക്കാനുള്ള പ്ലേസ്, ഗാർഡനകത്ത് തന്നെ ഇരിക്കുന്ന സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് അവിടെ നമുക്ക് അത് തന്നെ സ്റ്റെപ്പ് ബോട്ട് പോലെ തയ്യാറാക്കി അവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലേക്ക് നമുക്ക് അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് പെബിൾസ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ചെടികളൊക്കെ വെച്ച് വലിയൊരു കുടവോ അല്ലെങ്കിൽ മറ്റ് സ്പില്ലിംഗ് പോലത്തെ ഒരു സെറ്റപ്പ് തയ്യാറാക്കി നമുക്ക് അവിടെ ഇരുന്ന് അതിനെ ആസ്വദിക്കാൻ പാകത്തിൽ നമുക്ക് സെറ്റ് ചെയ്യുന്ന ഒരു ആർക്കിടെക്റ്റ് സ്റ്റൈൽ ഇന്ന് നിലവിലുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ തന്നെ നമ്മൾ ചെടികളും അതുപോലെ തന്നെ ഗ്രാസും പെബിൾസും എല്ലാം കൂടെ മിക്സിങ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇന്ന് നമ്മൾ പെബിളിലേക്ക് കൂടുതൽ കണ്ടുവരുന്നത്. അതും നമുക്ക് ഇന്നത്തെ ഏതൊരു വ്യക്തികൾക്ക് നമുക്കിത് പഠിച്ചുകൊണ്ടെന്നുള്ളതല്ല, നമുക്ക് നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് പോലും പോയി നമുക്ക് പെബിൾസ് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ഐഡിയ പ്രകാരം നമുക്ക് സെറ്റ് ചെയ്യാൻ തരത്തിലേക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് പെബിൾ. വലിയ ചീപ്പ് റേറ്റിൽ തന്നെ നമുക്കത് പെബിൾസ് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മുടെ ഇഷ്ടത്തിൽ പെബിൾസും ചിപ്സും എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഐഡിയയാണ് ഇപ്പോൾ ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്തിൽ സെൻറ്ററിൽ ഒരു ചെടി വെച്ച് അതിനകത്തിൽ ഒരു സ്ക്വയർ പോലത്തെ രൂപത്തിൽ മറ്റ് ഈ ബാംഗ്ലൂർ സ്റ്റോണിനകത്ത്, നാച്ചുറൽ സ്റ്റോണിനകത്ത് സെറ്റ് ചെയ്തിട്ടാണ് ഒരു സ്ക്വയർ പോലെ തയ്യാറാക്കി നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴും നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് മൊത്തത്തിൽ ആയിട്ട് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ
എൻ്റെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എൻ്റെ സെൻട്രൽ ഭാഗത്ത് ലൈറ്റിംഗ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം LED ലൈറ്റ് പോലത്തെ ലൈറ്റുകളും അല്ലാത്ത സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് രാത്രി കാലത്തായാലും ശരി പകലായാലും ശരി വളരെ മനോഹരമാകുന്ന രീതിയിലേക്കാണ് ഇന്ന് ഗാർഡനിലേക്ക് കൂടുതൽ വളരെ ഒരുപാട് സാധ്യതകളുണ്ട് ഇന്ന് പീപ്പിൾസും ഇതിനകത്ത് നമുക്ക് ഒരുപാട് വ്യത്യസ്തം പുതുമകളും ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്ഡേഷൻ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ വലിയ പ്ലേസിൽ തന്നെ ഇതുപോലെ നമ്മൾ ഇതിനിപ്പം ഗ്രാസൊക്കെ ആണെങ്കിൽ എപ്പോഴും മെയിൻ്റനൻസ് ചെയ്യുന്ന ഇതുകൊണ്ട് ഇപ്പം പുറം രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അത് അവർക്ക് കൂടുതൽ മെയിൻ്റനൻസ് വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പ്ലേസ് ആയിട്ട് വളരെ വലിയ പ്ലേസിൽ തന്നെ നമുക്ക് വിശാലമായ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ഗ്രൗണ്ട് വൃത്തിയാക്കി അതിനെ ഉറപ്പിച്ചുകൊണ്ട് ചിപ്സ് നിരത്തി അതിനകത്ത് പെബിൾസ് ഇറക്കി സെറ്റ് ചെയ്യാറുണ്ട്. കാരണം അതിപ്പോൾ ഒരു ബോട്ട് വന്നാലും അതിനൊരു കുഴപ്പമില്ല. അത് താഴെ പ്ലാസ്റ്റിക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പ്ലാസ്റ്റിക് വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് വേണം ചിപ്സ് വിരിക്കാൻ. ആ ചിപ്സിൻ്റെ മുകളിലായിരിക്കണം നമ്മൾ ഈ പെബിൾ വിരിക്കേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നല്ലൊരു കാരണം അവർ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതിനകത്ത് കൂടുതൽ മെയിൻ്റനൻസ് ഇല്ല. താഴെ നിന്ന് പുല്ലുകൾ കിളിച്ച് അതിനെ വൃത്തികേടാകുന്ന ഒരു രീതിയിലേക്ക് വരുന്നില്ല. അത് അവർ പോയപ്പോഴുള്ള രീതി തന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണുന്ന രീതിയിലേക്ക് ആ പെബിൾ അവർക്കത് കാണാൻ സാധിക്കുന്നുള്ളതാണ്. ഇതുപോലത്തെ ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. അതിനകത്തിൽ ഈ സെറ്റ് ചെയ്യുന്നതിൻ്റെ രീതി എങ്ങനെയാണ്, കാരണം ഇപ്പം പണ്ട് ഷോവാൾ പോലെ കെട്ടിക്കൊണ്ട് അതിനകത്ത് സെറ്റ് ചെയ്യുന്ന രീതി മാറിക്കൊണ്ടാണ് ഗ്രാസിനകത്ത് തന്നെ നമ്മൾ അതിനകത്തിൽ ഒരൊറ്റൊന്നും ഷോവാൾ ഉപയോഗിക്കാതെ വളരെ നാച്ചുറൽ ഫീലിങ്ങിൽ അവിടെ തന്നെ ഇതവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രതീതിയിൽ നിന്നാണ് ഈ ഒരു വർക്ക് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഗ്രാസിനകത്ത് ഗ്രാസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പ്ലേസ് തയ്യാറാക്കി അതിനകത്ത് ഈ രൂപത്തിലേക്ക് ചെടികൾ നേരത്തെ നട്ട് ലൈറ്റിങ്ങിനുള്ള നേരത്തെ പോയിൻ്റ് ചെയ്തിട്ട് പിന്നെ അതിനകത്തിലുള്ള മറ്റ് ചെടികളും സെറ്റ് ചെയ്ത് അതിൻ്റെ ഓരോരോ സെറ്റ് തയ്യാറാക്കിയാണ് ഈ രൂപത്തിലേക്ക് നമുക്കാക്കി മാറ്റുന്നത്. ഇതും നല്ലൊരു ഐഡിയ ആണ്. കാരണം ഷോവാൾ കെട്ടാതെ എന്ത് ലാഭം നമുക്ക് വീട്ടുകാർക്ക് നല്ല ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിനകത്തുള്ള കട്ട സിമെൻറ്റ് അങ്ങനെ പിന്നെ പ്ലാസ്റ്റ് ചെയ്ത് പെയിൻറ്റിങ്ങിനൊക്കെ പോകുന്നതിനേക്കാളും നല്ല ലാഭത്തിൽ തന്നെ അതിനകത്തുള്ളൊരു ചെറിയ റൗണ്ട് രൂപത്തിലേക്ക് നമ്മൾ ആദ്യം വരയ്ക്കുക. അതിനകത്തിൽ അതിന് ലെവൽ ചെയ്തുകൊണ്ട് അതിനകത്ത് ചിപ്സ് നിരത്തി അതിൻ്റെ രൂപത്തിലേക്ക് നമുക്ക് ഈ രൂപത്തിലേക്ക് തന്നെ വരുത്താൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ താഴെ അമർത്തുക. പുതിയ അപ്ഡേഷന് വേണ്ടി